ജോണിന്റെ കാർ കുരിശിങ്കൽ തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജോൺ പുറത്തേക്ക് ഇറങ്ങി. അയാൾ വീടിന് മുന്നിലേക്ക് നോക്കി. സേവിയറും മറിയവും ഉമ്മറത്ത് തന്നെ ഉണ്ട്. അവർക്കടുത്തായി തന്നെ ജാൻസിയും ലിയയും. കുറച്ചു മാറി ജോസഫും പോൾസണും ഇരിപ്പുണ്ട്. ജോൺ എല്ലാവരെയും ഒന്ന് നോക്കി കോർ ഡ്രൈവിംഗ് സീറ്റിനരികിലേക്ക് നടന്നു. അയാൾ ഡോർ തുറന്ന് കൃഷ്ണയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കി. കൃഷ്ണയെ കണ്ടതും സേവിയറിന്റെയും മറിയത്തിന്റെയും ജോസഫിന്റെയും ചുണ്ടുകൾ പുഞ്ചിരി തെളിഞ്ഞു. അപ്പോൾ തന്നെ ആരും കാണാതെ മൂവരും അത് മറച്ചു പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ആരേലും കണ്ടോ എന്ന് ചുറ്റുമൊന്ന് നോക്കുകയും ചെയ്തു. ആരും കണ്ടിട്ടില്ലെന്ന് തോന്നിയപ്പോൾ അവർ സ്വയം ആശ്വസിച്ചു. ലിയയും ജാൻസിയും പോൾസണും അവളെ പകയോടെ നോക്കി. അകത്തുനിന്ന് പാട്ടും പാടി പുറത്തേക്ക് വന്ന ജെസ്സി മുറ്റത്ത് ജോണിനൊപ്പം നിൽക്കുന്ന കൃഷ്ണയെ കണ്ട് ഞെട്ടി. അവൾ കണ്ണ് ഒന്നുകൂടി തിരുമ്മി മുറ്റത്തേക്ക് കണ്ണുമിഴിച്ചു നോക്കി. എന്റെ ഈശോയെ, ഞാൻ വല്ല സ്വപ്നവും കാണുവാണോ? അവൾ കയ്യിലൊന്ന് നുള്ളി നോക്കി. അല്ല, സ്വപ്നമല്ല ഈശോയെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അപ്പന് നല്ല ബുദ്ധി തോന്നി തുടങ്ങി. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ആ ഓട്ടം ചെന്ന് നിന്നത് കൃഷ്ണയുടെ മുന്നിലും. പിച്ചു, അവൾ കൃഷ്ണയെ നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് വിളിച്ചു. കൃഷ്ണ ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വാ. കൃഷ്ണയുടെ കയ്യിൽ പിടിച്ച് ജോൺ മുന്നോട്ട് നടന്നു. നിൽക്ക്. മുന്നോട്ട് നടന്ന ജോണിനെ തടഞ്ഞുകൊണ്ട് ജാൻസി മുന്നിലേക്ക് കയറി നിന്നു. മുന്നിൽ നിന്ന് മാറ് ജാൻസി. നീ ഇടപെടേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത് കളരിക്കലല്ല, കുരിശിങ്കലാണ്. ഇവിടെ അഭിപ്രായം പറയാനുള്ള നിന്റെ അവകാശമൊക്കെ കഴിഞ്ഞു. നിനക്ക് തരാനുള്ളതൊക്കെ അപ്പം നേരത്തെ തന്നെ പറഞ്ഞു വിട്ടതല്ലേ. പിന്നെ നീ എന്തിനാ എന്റെ വഴി തടയുന്നത്? മാറി നിൽക്ക്. ജാൻസിയെ ഒരു കൈകൊണ്ട് സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ജോൺ കൃഷ്ണയുമായി മുന്നോട്ട് നടന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇച്ചായ ശരിയാകുന്നത്? എന്റെ അവകാശമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവള് മാണിക്കശ്ശേരിയിലല്ലേ. ഈ മുറ്റത്ത് കാല് കുത്താൻ ഇവൾക്ക് എന്ത് അവകാശമാണുള്ളത്? കുരിശിങ്കൽ ജോയൽ ജോണിന്റെ ഭാര്യ എന്ന അവകാശം. ജോയലിന്റെ ഉറച്ച വാക്കുകൾ അവിടെ മുഴങ്ങി. അവന്റെ വാക്കുകൾ സേവ്യറിൽ സന്തോഷമുളവാക്കി. അയാളെ എല്ലാം കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. എന്താ ജാൻസി ആന്റി, എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ആന്റിക്ക്? പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ജോയൽ ജാൻസിയോടായി ചോദിച്ചു. ഉണ്ട്, എനിക്ക് സംശയമുണ്ട്. ഇതിനു മുമ്പും ഇവൾ അവകാശം പറഞ്ഞ് ഈ മുറ്റത്ത് വന്ന് നിന്നിട്ടുണ്ട് ജോയിച്ചാ. അന്ന് നീ തന്നെയല്ലേ ഇവളെ അറിയില്ലെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്ത് ധൈര്യത്തില്ല ഇവൾ നിന്റെ ഭാര്യയാണെന്ന് നീ പറയുന്നത്? ജാൻസി ദേഷ്യം കൊണ്ട് വിറച്ചു. അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ആ തെറ്റ് എനിക്ക് തിരുത്തണം. ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഇവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞ്. ആരെതിർത്താലും ഇവൾ എൻ്റെ കൂടെ ഇവിടെ തന്നെ ജീവിക്കും, എൻ്റെ പെണ്ണായിട്ട്. അതല്ല, തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവളുമായി ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. കൂലിപ്പണി എടുത്തിട്ടായാലും ഞാൻ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കും. കൃഷ്ണയുടെ കൈകളിൽ പിടിച്ച് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജോയൽ എല്ലാവരോടുമായി പറഞ്ഞു. അത് പൊളിച്ചു. ഇവൻ എൻ്റെ മോൻ തന്നെ. ആവൂ, ഇപ്പോഴാ ആശ്വാസമായത്. എൻ്റെ മോൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറാകും എന്ന് ഞാൻ കരുതിയില്ല. ഹാളിൽ എല്ലാം കേട്ടുകൊണ്ട് നിന്ന ഷേർലി റോസിയുടെ കയ്യിൽ ഒരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ ചേട്ടത്തി, ഒന്നും മിണ്ടാതിരിക്കെ, ബാക്കി കേൾക്കട്ടെ. ഇത് മിസ്സായാൽ പിന്നെ എനിക്കിന്ന് ഉറക്കം വരില്ല. റോസി ഷേർലിയെ നോക്കി പേടിപ്പിച്ചു. എടാ ചതിയാ, നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു അല്ലേ? എൻ്റെ മോളെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നിന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഞാനിനി എന്ത് ചെയ്യണം? പലയിടത്തും കൊണ്ടുപോയി കൊല്ലണോ? പറയടാ ദ്രോഹി. കൃഷ്ണയെ ജോയലിൽ നിന്ന് അടർത്തി മാറ്റി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ജാൻസി അലറി. അതിൻ്റെ കൂടെ തന്നെ ലിയയുടെ കള്ളക്കരച്ചിലും തുടങ്ങി. ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല, പറഞ്ഞു പറ്റിച്ചിട്ടുമില്ല. ലിയയോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഈ ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന്. അവളോട് ഇതിൽ നിന്ന് പിന്മാറാനും ഞാൻ പറഞ്ഞിരുന്നു. അത് കേൾക്കാതെ എന്നെ തന്നെ മതി എന്ന് പറഞ്ഞ് എല്ലാം ഇവിടം വരെ എത്തിച്ചത് നിങ്ങളൊക്കെ കൂടിയാ. പറയില്ലയാ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എനിക്ക് നിന്നെ മിന്നുകെട്ടാൻ പറ്റില്ലെന്ന്. അത് കേൾക്കാതെ നീ തന്നെയല്ലേ എന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. ജോയൽ ലിയയ്ക്ക് നേരെ തിരിഞ്ഞു. അപ്പച്ച, അപ്പച്ചൻ ഇത് കേട്ടില്ലേ? അവനിപ്പോൾ എൻ്റെ മോളെ വേണ്ടെന്ന്, ഈ പിഴച്ചവളെ മതിയെന്ന്. അപ്പച്ചൻ എന്താ ഇങ്ങനെയൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവള് മനഃപൂർവ്വം നമ്മുടെ ചെക്കനെ മയക്കിയെടുത്തതാ, ഇവളുടെ മുത്തച്ഛന് നമ്മളോടൊക്കെയുള്ള പകയുടെ കണക്ക് തീർക്കാൻ. അനുവദിക്കരുത് അപ്പച്ച. ഇവളെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്താക്ക്. ഇനി തന്റെ പദ്ധതികളൊന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോൾ സേവ്യറിന് മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി ജാൻസി. ഏത് പകയുടെ കാര്യമാണ് ജാൻസി നീ പറയുന്നത്? ഞാനും മാണിക്കശ്ശേരി മനയിലെ കാരണവനും തമ്മിലുണ്ടായിരുന്ന ശത്രുത എന്തിന്റെ പേരിലാണെന്ന് നിനക്കറിയുമോ? ഇവിടെ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും അറിയുമോ? സേവ്യറിന്റെ ഗംഭീര്യമാർന്ന ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. എല്ലാവരുടെയും തല ഒരുപോലെ താഴ്ന്നു. സത്യങ്ങൾ അറിയാതെ ഇനിയും നിന്റെ നാവിൽ നിന്ന് ഒരക്ഷരം പുറത്തേക്ക് വന്നാൽ അതിന് മറുപടി പറയുന്നത് എൻ്റെ കൈയായിരിക്കും. അത് ഓർമ്മ വേണം എപ്പോഴും. സേവ്യർ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാനും ശേഖരനും തമ്മിലുള്ള ശത്രുത നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുപോലെ തന്നെ മാണിക്കശ്ശേരിയിൽ ഉള്ളവർക്കും അറിയില്ല. അതെനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
ഞങ്ങൾ തമ്മിലുള്ള ശത്രുത ഞങ്ങളിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ ഈ കുട്ടിയെ ക്രൂശിക്കേണ്ട കാര്യമില്ല. ജോയിച്ചാ, നീ കൊച്ചിനെ വിളിച്ചോണ്ട് അകത്തു പോ. ഇവിടെ ആരും നിന്നെ തടയില്ല. നിന്റെ നാവിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു ഇവൾ നിന്റെ പെണ്ണാണെന്ന്. അത്രമാത്രം. ജോയൽ സേവ്യറിനെ നിറകണ്ണുകളോടെ നോക്കി. പക്ഷേ അയാൾ അത് കാണാത്തതുപോലെ മുഖം തിരിച്ചു കളഞ്ഞു. ഉള്ളിൽ ഒരു നൊമ്പരം അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഒന്നും പറയാതെ അവൻ കൃഷ്ണയുടെ കൈയും പിടിച്ച് തിരിഞ്ഞു നടന്നു. അപ്പച്ച, എന്നതാ ഇത്? ഞാൻ സമ്മതിക്കില്ല ഇവളെ ഇവിടെ കയറ്റാൻ, ജാൻസി വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. ജാൻസി, നാവടക്കിക്കോ നീ. നിന്റെ എന്നല്ല ആരുടെയും അഭിപ്രായം ചോദിച്ചിട്ടില്ല ഞാൻ. ഇനി ചോദിക്കുകയുമില്ല. കുരിശിങ്കൽ സേവ്യർ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇവിടെ നടക്കൂ. എതിർക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങാം ഇവിടെ നിന്ന്. സേവ്യറിന്റെ തീരുമാനത്തിൽ ജാൻസിയുടെ വാ അടഞ്ഞു. അവർ ദേഷ്യത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി ലിയയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. അതിനു മുമ്പ് കൃഷ്ണയ്ക്ക് മുന്നിൽ അവരൊന്ന് നിന്നു. സന്തോഷിക്കേണ്ട നീ, അധിക നാൾ ഇവിടെ വാഴിക്കില്ല നിന്നെ ഞാൻ. കൃഷ്ണയ്ക്ക് മുന്നിൽ ഭീഷണി മുഴക്കി അവൾ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ദാ ഇത് വാങ്ങിക്കോ. ഒരു മെഴുകുതിരിയും കയ്യിൽ പിടിച്ച് നിറപുഞ്ചിരിയുമായി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഷേർലിയെയും റോസിയെയും നോക്കി ചിരിച്ചുകൊണ്ട് കൃഷ്ണ അവരുടെ കയ്യിൽ നിന്ന് മെഴുകുതിരി വാങ്ങി പിടിച്ചു. കയറി വാ മോളെ. അവർ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. അവർക്ക് പുറകെ എല്ലാവരും അകത്തേക്ക് കയറി. കൃഷ്ണ, മുറിയിലെ ബെഡിൽ ഹെഡ്ബോളിൽ ചാരി കണ്ണടകൾ അടച്ചിരിക്കുന്ന കൃഷ്ണയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ജോയൽ വിളിച്ചു. അവൻ വിളിച്ചത് കേട്ടെങ്കിലും അവൾ കണ്ണു തുറന്നു നോക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. ദേഷ്യമാണെന്ന് അറിയാം എന്നോട്. പറ്റിപ്പോയടി. ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എനിക്കും. എല്ലാം അറിയാൻ വൈകിപ്പോയി. ജോബിച്ചായൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു പോയി. അതുകൊണ്ട് ഞാനും നിന്നെ ചതിച്ചെന്ന് നീ വിശ്വസിച്ചു അല്ലേ? കണ്ണുകൾ തുറന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ കൃഷ്ണ ചോദിച്ചു. അത് ഞാൻ ആ സാഹചര്യത്തിൽ. വേണ്ട ജോ, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. എന്തോ പറയാൻ തുടങ്ങിയ ജോയലിനെ തടഞ്ഞുകൊണ്ട് കൃഷ്ണ പറഞ്ഞു. കൃഷ്ണ, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ? ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവൻ ഉണ്ടായിരുന്നില്ലേ ജോ എനിക്കൊപ്പം? അതിനെപ്പോലും നീ കണ്ടില്ലെന്ന് നടിച്ചില്ലേ? ദുഷ്ടനാ നീ. ആഗ്രഹിച്ചിരുന്നു ഞാൻ ഒരുപാട്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോൾ അതില്ല. നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും. എൻ്റെ കുഞ്ഞിനെ വളർത്താൻ കഴിയും. അത് മതി എനിക്ക്. നിന്നെ വിശ്വസിച്ചാൽ ഇനി ഇതുപോലെ എന്തെങ്കിലും വീണ്ടും ഉണ്ടായാൽ അന്നും ഒരു ദയയുമില്ലാതെ നീ എന്നെയും എൻ്റെ കുഞ്ഞിനെയും തള്ളിക്കളയും. ഇനി ഒരിക്കൽ കൂടി വയ്യ എനിക്ക്. ജോബിൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ നിന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല. അങ്ങനെ നീ മനസ്സിൽ പോലും ചിന്തിക്കരുത്. അതെനിക്കിഷ്ടമല്ല. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ഞാനും എൻ്റെ കുഞ്ഞും നിനക്കൊരു ദ്രോഹവും ചെയ്യില്ല. നിനക്ക് വേണ്ടിയല്ലേ ലിയ കാത്തിരിക്കുന്നത്? കഴിയുമെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കും. എന്നെ പോലെ അതും ആഗ്രഹിച്ചു കാണും നിന്റെ കൂടെ ഒരു ജീവിതം. ആ കുട്ടിയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ഞാൻ ഒഴിഞ്ഞു നിന്നേക്കാം. അത്രയും പറഞ്ഞ് ജോയലിന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ കൃഷ്ണ ബെഡിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ റൂമിന് പുറത്തേക്ക് പോയി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജോയൽ ബെഡിലേക്ക് വീണു. തെറ്റു പറയാൻ പറ്റില്ല അവളെ. ക്ഷമ താനും അർഹിക്കുന്നില്ല. വലിയ തെറ്റാ ചെയ്തത്. അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു. സ്നേഹിച്ചതല്ലേ താൻ, അറിഞ്ഞതല്ലേ അവളെ. എന്നിട്ടും ക്ഷമിക്കില്ല അവൾ തന്നോട് ഒരിക്കലും. ജോയലിന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. എല്ലാം കൈവിട്ട് പോയല്ലോടി മോളെ. ആ നാശം പിടിച്ചവളെ അപ്പച്ചനും അംഗീകരിച്ചു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്, ജാൻസി പല്ലുകടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവളെ, അതിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത് പറഞ്ഞുകൊണ്ട് അവൾ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. എങ്ങോട്ടാ നീ? പോൾസൺ അവളെ പിറകിൽ നിന്ന് വിളിച്ചു. എനിക്കൊരാളെ കാണാനുണ്ട് പപ്പ. ഇന്ന് ഞാൻ തിരിച്ചു വരില്ല. എന്നെ കാത്തിരിക്കണ്ട. അവളുമായി ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നുള്ളൂ. കൃഷ്ണയെ ചുട്ടരിക്കാനുള്ള പകയുമായി ലിയ കുരിശിങ്കൽ വീട് വിട്ടിറങ്ങി. ഇച്ചായ, മുറ്റത്തെ മാവിൻ ചോട്ടിൽ എന്തോ ആലോചിച്ചിരുന്ന ജോണിന്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ജോസഫ് അയാളെ വിളിച്ചു. എന്നതാടാ? റോസി ഓടിച്ചു വിട്ടതാണോ? പോയി ചായ. അതൊന്നുമല്ല. പിന്നെന്നതാ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു ഇച്ചായൻ എന്ത് ധൈര്യത്തിലാ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ജോസഫ് താടിക്ക് കൈയും കൊടുത്ത് ആലോചിക്കും പോലെ ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഓ, അതിലെന്നതാ ഇത്ര ആലോചിക്കാൻ? തല തിരിഞ്ഞ ഒന്ന് രണ്ട് മക്കളുണ്ടായാൽ പോരെ. ധൈര്യമൊക്കെ താനേ വന്നോളും, ജോൺ അലസമായി പറഞ്ഞു. എന്നാലും അപ്പച്ചൻ്റെ മുന്നിൽ എങ്ങനെയാ ഇച്ചായൻ ഈ സാഹസം കാണിക്കാൻ ധൈര്യമുണ്ടായേ? ജോസഫ് പിന്നെയും സംശയം ചോദിച്ചു. ഞാനൊരു അടി പ്രതീക്ഷിച്ചാ വന്നത്. ഇടയിൽ ജാൻസി കയറി ഷോ ഇറക്കിയത് കൊണ്ട് എനിക്കെല്ലാം എളുപ്പമായി. പിന്നെ ജോയിച്ചൻ അപ്പച്ചൻ്റെ മുന്നിൽ നിന്ന് അവൻ്റെ പെണ്ണാണ് കിച്ചു എന്ന് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം കൊണ്ട് എനിക്ക് എളുപ്പമായി. അതുകൊണ്ട് അപ്പച്ചനോട് എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, ജോൺ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അതേതായാലും നന്നായി. ഇനിയും അവസരമുണ്ടല്ലോ ഇച്ചായ, നമുക്കപ്പം നോക്കാം. ജോസഫ് എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. എന്ത് നോക്കാമെന്ന് ജോൺ കണ്ണുകൾ ചുരുക്കി ചോദിച്ചു. അല്ല, അടികൊള്ളുന്ന കാര്യം, ജോസഫ് ഒരു ഇളിയോടെ പറഞ്ഞു. അത് കേട്ടതും ജോൺ ജോസഫിനെ അടിമുടി ഒന്ന് നോക്കി.
ഇതിലും വലുത് ഇനി ഒന്നും വരാനില്ല പോലെ ജോൺ മുകളിലേക്ക് നോക്കി കൈമലർത്തി. അപ്പോൾ തന്നെ അവരുടെ മുന്നിലേക്ക് ജോബിന്റെ കാർ വന്നു നിന്നു. ഓ, എത്തി അടുത്ത കുരിശ്. ഇതെല്ലാം നീ എനിക്കിട്ട് തന്നെ തന്നല്ലോ എൻ്റെ കർത്താവേ. ഇവൻ ഇനി അകത്തു പോയി കിച്ചുവിനെ കണ്ടിട്ട് എന്ത് പുകിലാണോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തരത്തില അതിനെ അകത്തോട്ട് കയറ്റിയത്, ജോൺ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും ജോബിൻ അവർക്ക് അരികിലേക്ക് നടന്നു ചെന്നു. എന്നതാ രണ്ടും കൂടെ ഇവിടെ പരിപാടി? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ജോബിൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അകത്തുണ്ടടാ മോനെ, അമ്മച്ചിമാര് കിച്ചണില, എന്തോ കാര്യമായ പരിപാടിയിലാണ്. ആഹാ, വല്ല സ്പെഷ്യലുമാണോ? ആ, വളരെ സ്പെഷ്യലാ, ജോസഫ് ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? അവന്റെ ചോദ്യത്തിന് ജോണും ജോസഫും തലയനക്കി. അകത്തേക്ക് പോകാനായി നടന്നിട്ട് ജോബിൻ ഒന്ന് നിന്നു. എന്നിട്ട് തിരിഞ്ഞ് ജോണിനെ നോക്കി. അപ്പൻ മാണിക്കശ്ശേരി മനയിൽ പോയിരുന്നോ? ജോബിൻ സംശയത്താൽ ചുരുങ്ങിയ കണ്ണുകളോടെ ജോണിനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. പോയിരുന്നു. ഭാവഭേദമില്ലാതെ ജോൺ മറുപടിയും കൊടുത്തു. എന്തിന്? ജോബിൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ മാണിക്കശ്ശേരിയിൽ പോയത് നീ അറിഞ്ഞു. ആരാ പറഞ്ഞതെന്നും അറിയാം. എന്നിട്ട് ഞാൻ എന്തിനാ പോയതെന്ന് അവൻ നിന്നോട് പറഞ്ഞില്ലേ? ജോൺ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ജോണിന്റെ സംസാരത്തിൽ അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്നും ജോബിന് മനസ്സിലായി. അയാൾ റയാനെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാതെ കുഴങ്ങിയ മനസ്സുമായി ജോബിൻ വീടിനകത്തേക്ക്. ഹാളിൽ കയറിയ ജോബിൻ മുന്നിലെ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നുപോയി. അവിടെ ജെസ്സിക്കും വല്യമ്മച്ചിക്കും ഒപ്പം ഇരിക്കുന്ന ആളെ കണ്ട് ജോബിന്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ഡീ! ജോബിന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങി കേട്ടു. ജോബിന്റെ അലർച്ചയിൽ ജെസ്സിയും വല്യമ്മച്ചിയും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവർ ഞെട്ടി ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് വാതിൽപ്പടിയിൽ നിന്ന് കൃഷ്ണയെ നോക്കി ദഹിപ്പിക്കുന്ന ജോബിനെയാണ്. കൃഷ്ണ അപ്പോഴും പ്രത്യേകിച്ച് യാതൊരു ഭാവവുമില്ലാതെ ജോബിനിൽ തന്നെ മിഴികൾ അർപ്പിച്ചിരിക്കുകയാണ്. ജെസ്സിയുടെ കൈ കൃഷ്ണയുടെ കയ്യിൽ മുറുകി. ജെസ്സി അവളെ ദയനീയമായി നോക്കി. കൃഷ്ണയുടെ മുഖത്ത് അപ്പോഴും പുച്ഛഭാവമാണ്. നീ എങ്ങനെയാ ഈ വീടിനുള്ളിൽ കയറിയത്? കൃഷ്ണയ്ക്ക് അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ജോബിൻ അലറി. കാലുകൊണ്ട് നടന്നാണ് കയറിയത് ജോബിച്ചായ. എടുത്തു കയറ്റാൻ ആളുണ്ടായിരുന്നില്ല. അതേ പുച്ഛത്തോട് തന്നെ കൃഷ്ണ മറുപടിയും കൊടുത്തു. ഡീ! നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് തറുതല പറയുന്നു. വാടി ഇങ്ങോട്ട്. കൃഷ്ണയുടെ പരിഹാസത്തോടെയുള്ള മറുപടി ഇഷ്ടപ്പെടാതെ അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് ജോബിൻ അവൾക്ക് നേരെ ചീറി. കൈ വിട് ജോബിച്ചായ. കൃഷ്ണ കണ്ണുകൾ മുറുകെ അടച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ജോബിൻ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. മര്യാദയുടെ ഭാഷയില്ല ഞാൻ പറയുന്നത്. കൈയെടുക്ക്. കൃഷ്ണ ഒരിക്കൽ കൂടി അവനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി പുന്നാര മോളെ? ജോബിൻ അവളുടെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് അവളുടെ തലമുടിയിൽ പിടുത്തമിട്ടു. ജോബിച്ചായ, എന്നതായി കാണിക്കുന്നത്? അവളെ വിട്. ജെസ്സി അവന്റെ വലം കൈ കൃഷ്ണയിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ജെസ്സി, മാറി നിൽക്ക്, അല്ലെങ്കിൽ അടുത്തത് നിനക്കാവും കിട്ടാൻ പോകുന്നത്. ഇവളുടെ കൂട്ടുപിടിച്ച് നീ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇവളും ഇവളുടെ ഏട്ടനും കൂടി ഒരുക്കുന്ന ചതികുഴിയിൽ വീഴാൻ ഇനിയും എൻ്റെ സഹോദരങ്ങളെ ഞാൻ അനുവദിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് ജോബിൻ അവളുടെ മുടിയിലെ പിടി ഒന്നുകൂടി മുറുക്കി. കൃഷ്ണ കണ്ണുകൾ മുറുകെ അടച്ച് അങ്ങനെ തന്നെ നിന്നു. ജോബിച്ചാ, നീ ആ കൊച്ചിനെ വിട്ടേ. വല്യപ്പച്ചൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാ ഇവളെ ഇവിടെ കയറ്റിയത്, അതും ജോയിച്ചായൻ്റെ പെണ്ണായി അംഗീകരിച്ചുകൊണ്ട്. അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് വല്യമ്മച്ചി പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഇവളെ ഇവിടെ വാഴിക്കാൻ അനുവദിക്കില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അത് നടക്കില്ല. ജോബിൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അതിനനുസരിച്ച് കൃഷ്ണയുടെ മേലുള്ള പിടി മുറുകി. അങ്ങനെ ചോദിക്കും മോനെ. ഞാൻ പറയുമ്പോഴാ ഇവിടെ എല്ലാവർക്കും വലിയ തെറ്റായി പോകുന്നത്. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞാൻ അന്നേരം തന്നെ പറഞ്ഞതാ എല്ലാവരോടും. അപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്തവളായി. ഇവളെ ഇവിടെ കയറ്റിയപ്പോൾ ഇറങ്ങിയതാ എൻ്റെ കുഞ്ഞ്. എങ്ങോട്ട് പോയതാണെന്ന് കൂടി അറിയില്ല. ഹാളിലെ കാഴ്ച കണ്ട് അങ്ങോട്ട് വന്ന ജാൻസി ജോബിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ മോളെ വിടടാ കുരുത്തം കെട്ടവനെ. ഷേർലി ഓടി വന്ന് ജോബിന്റെ കൈ അടിച്ചുകൊണ്ട് പറഞ്ഞു. ഷേർലിക്ക് പുറകെ അങ്ങോട്ട് വന്ന റോസി ആ കാഴ്ച കണ്ട് നെഞ്ചത്ത് കൈവച്ച് നിന്നുപോയി. മാറി നിൽക്കും മമ്മി. ആരെതിർത്താലും ഇവളെ ഇന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കും ഞാൻ. അതും പറഞ്ഞ് കൃഷ്ണയുടെ മുറുകി പിടിച്ചുകൊണ്ട് ജോബിൻ മുന്നോട്ട് നടക്കാനാഞ്ഞു. പക്ഷേ ഒരടി പോലും അനങ്ങാതെ കൃഷ്ണ അവിടെ തന്നെ നിൽക്കുകയാണ്. അവന്റെ ശ്രമത്തെ തടഞ്ഞുകൊണ്ടുള്ള കൃഷ്ണയുടെ നിൽപ്പ് ഇഷ്ടപ്പെടാതെ ജോബിൻ അവളെ അടിക്കാൻ കൈതോങ്ങി. മുഖത്ത് അവന്റെ കൈ പതിക്കുന്നതിന് മുമ്പ് ജോബിന്റെ കൈകളെ കൃഷ്ണ തടഞ്ഞിരുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ കൃഷ്ണ അവനെ പകയോടെ നോക്കി. അടുത്ത നിമിഷം കൃഷ്ണയുടെ കൈ ജോബിന്റെ കവളിൽ പതിഞ്ഞിരുന്നു. വല്യമ്മച്ചി അടക്കം എല്ലാവരും അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ജെസ്സി അറിയാതെ വാ പൊത്തിപ്പോയി. ഷേർലിയും റോസിയും ആകെ പകച്ചു നിൽക്കുകയാണ്. കൃഷ്ണ ജോബിനെ അടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് മുകളിലത്തെ നിലയിൽ നിന്ന് വല്യപ്പച്ചനും ജോയലും പുറത്തുനിന്ന് ജോണും ജോസഫും അങ്ങോട്ട് വരുന്നത്. എല്ലാവരും ഒരുപോലെ പകച്ചുപോയി. ജോബിൻ ഞെട്ടലോടെ കൃഷ്ണയുടെ മേലുള്ള പിടിവിട്ടു. അവന്റെ ഇടത് കൈ അറിയാതെ അടികൊണ്ട കവിളിലേക്ക് നീണ്ടു. കൃഷ്ണ അപ്പോഴും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. മറ്റുള്ളവരോട് നീ കാണിക്കുന്ന നിന്റെ ഈ വീറും വാശിയുണ്ടല്ലോ, അത് കൃഷ്ണയോട് വേണ്ട.
എൻ്റെ കൂടപ്പിറപ്പിനെ നീ നോവിച്ച് അന്ന് തീരുമാനിച്ചതാ ഞാൻ അതിനുള്ള തിരിച്ചടി നിനക്ക് തരുമെന്ന്. ഇത് വെറും തുടക്കം മാത്രമാ. ഇനി എൻ്റെ നേർക്ക് നിന്റെ കൈ പൊങ്ങിയാൽ എടുക്കും ഞാൻ ആ കൈ. കൃഷ്ണ വെറും വാക്ക് പറയാറില്ല. ജോബിന് നേരെ വിരൽ ചൂണ്ടി കൃഷ്ണ നിന്ന് വിറച്ചു. നിന്നെ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ജോബിൻ. പക്ഷേ ഇന്ന് അതില്ല. സഹതാപമാണ് എനിക്ക് നിന്നോട്. മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് യാന്ത്രികമായി ചലിക്കുന്ന വെറുമൊരു പാവ മാത്രമാണ് നീ. അല്ലെങ്കിൽ കൂടപ്പിറപ്പായി കണ്ടവനെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നോ നീ? എന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ നീ എന്നല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല. ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കുറ്റങ്ങൾ അതെനിക്ക് തിരുത്തണം. അതിനുശേഷം ഞാനായി തന്നെ പോകും, ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ. അതിനു മുമ്പ് ആരെന്നെ എതിർത്താലും അവർക്കുള്ള മറുപടി ഇത് തന്നെയായിരിക്കും. ജോബിനെ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് ജാൻസിയെ നോക്കി പറഞ്ഞിട്ട് അവൾ ജോബിനെ മറികടന്ന് അവിടെ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. അവളുടെ കൂടെ പോകാൻ നിന്ന ജെസ്സിയെ വല്യമ്മച്ചി വിലക്കി. എല്ലാവരുടെയും മുന്നിൽ വച്ച് കൃഷ്ണയുടെ തല്ലുകൊണ്ടതിൻ്റെ അപമാനത്തിൽ ജോബിൻ ഒരടി അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. സ്ത്രീകളുടെ മേലല്ല ആണത്തം കാണിക്കേണ്ടതെന്ന് പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും. ഇന്നോളം അതാരും തെറ്റിച്ചിട്ടില്ല. ഇന്ന് നീ ആയിട്ട് അത് തെറ്റിച്ചു. അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുകയും ചെയ്തു. ഇതിവിടെ അവസാനിക്കണം. ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ ഇനിയൊരു സംസാരം ഉയരരുത്. സേവ്യറിൻ്റെ അവസാന ശാസനയും വന്നതും എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ജോബിൻ മാത്രം അപ്പോഴും അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ നിന്നതിന് ശേഷം അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി. ഉമ്മറപ്പടിയിലിരിക്കുന്ന കൃഷ്ണയെ കണ്ട് അവൻ അവിടെ നിന്നു. പതിയെ അവൾക്കരിയിലേക്ക് ചുവട് വെച്ചു. ഇത്തവണയും നീ ജയിച്ചു. എല്ലാവരുടെയും മുന്നിൽ വച്ച് നീ എന്നെ തല്ലി, എന്നെ നാണം കെടുത്തി. ഇതിന് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ വെറും ആണും പെണ്ണും കെട്ടവനായി പോകും. കുറിച്ചു വെച്ചോ നീ. നിനക്കുള്ള നാളുകൾ അടുത്തു കഴിഞ്ഞു. നിന്റെ കഴുത്തിൽ ഊരാക്കുടുക്കിടുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും. അതും പറഞ്ഞ ദേഷ്യത്തിൽ അവൻ പുറത്തേക്കിറങ്ങി വേഗത്തിൽ കാറ് മുന്നോട്ട് പറപ്പിച്ചു. ജോബിൻ പോകുന്നത് നോക്കി നിന്ന കൃഷ്ണയുടെ കണ്ണുകളിൽ നിന്ന് 2 നുള്ളി കണ്ണുനീർ അടർന്ന് നിലത്തേക്ക് പതിച്ചു.